ഖൽബുൽ ഖുർആനിലാണ് നമ്മളുള്ളത്. ഖുർആനിന്റെ ഹൃദയത്തിലാണ്. ഖുർആനിന്റെ ഹൃദയത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് മുഫസ്സിരിങ്ങളെ ഉദ്ധരിക്കുന്നുണ്ട്. മൻ ദഖലൽ മഖാബിർ ഫഖറഅ സൂറത യാസീൻ ഖഫഫല്ലാഹു അൻഹു യൗമഇദിൻ വകാന ലഹു ബിഅദദി ഹുറൂഫിഹാ ഹസനാത്ത്. മരിച്ചു കിടക്കുന്ന ആളുകളുടെ മഖാബിറിലേക്ക്, മഖ്ബറയിലേക്ക്, അവർ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്ക്, അവരെ ഖബർ ചെയ്യപ്പെട്ട, ദഫൻ ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് പ്രവേശിച്ചാൽ, പള്ളിക്കാടുകൾ, മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, അവിടെ കടക്കുന്നവർ ഫഖറഅ സൂറത യാസീൻ, സൂറത്തു യാസീൻ ഓതിയാൽ അവിടെയുള്ള ഖബറാളികൾക്ക് അല്ലാഹു ആശ്വാസം കൊടുക്കുന്നതാണ്. ഖഫഫല്ലാഹു അൻഹു യൗമഇദിൻ. അത് മാത്രമല്ല, അത് ഓതിയ ആൾക്ക് അല്ലാഹു ആശ്വാസം കൊടുക്കുമെന്നും യാസീനിലെ ഹറക്കത്തിന്റെ, ഹുറൂഫിന്റെ, അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു തആല നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളും ഒക്കെ ഇപ്പോഴും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നമ്മളൊക്കെ ചെയ്തു പോരുന്നതാണ് മരിച്ചവരുടെ പേര് യാസീൻ ഓതുക എന്ന് പറഞ്ഞാൽ. അതാ പ്രത്യേകിച്ചൊക്കെ പള്ളിക്കാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരോട് സലാം പറഞ്ഞ് അവിടുത്തുകാർക്ക് വേണ്ടി യാസീൻ ഓതണം. അതിൻ്റെ മഹത്വം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വചനപ്പൊരുളിൻ്റെ ഭാഗമായിട്ട് റൂഹിൻ്റെ, അർവാഹിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ചില സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അല്ലാഹു തആല നമ്മിന്ന് മരിച്ചുപോയ ആളുകളെല്ലാം അത് ഖബർ അവരുടെ വീടാണ്, നാട്ടിലെ വീടൊക്കെ ഒഴിവാക്കിയിട്ട് ഖബർ എന്ന വീട്ടിലേക്ക് മാറിപ്പോയവരാണ്. അല്ലാഹു അവിടെയൊക്കെ ഇവർക്കെല്ലാം അല്ലാഹു ആശ്വാസം നൽകട്ടെ, അല്ലാഹു സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. യാസീൻ വൽ ഖുർആനിൽ ഹകീം. യാസീനായ നബിയെ, വൽ ഖുർആനിൽ ഹകീം, ഹിക്മത്തുകൾ നിറക്കപ്പെട്ട ഖുർആനിനെ തന്നെയാണ് സത്യം. യാസീനെ തന്നെയാണ് സത്യം. നബിയെ അങ്ങ് തന്നെ സത്യം. വൽ ഖുർആനിൽ ഹകീം, ഹിക്മത്തുകൾ നിറഞ്ഞ ഖുർആനെ തന്നെയാണ്. വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ആർക്കൊക്കെയാണോ ഹിക്മത്ത് നൽകപ്പെടുന്നത് അവർക്ക് ഒരുപാട് നന്മ ലഭിച്ചിട്ടുണ്ട്. അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ ഐന വജദഹാ ഹുവ അഹഖു ബിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ്, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമ്, ദീനിനെ സംബന്ധിച്ചുള്ള ഇൽമ്, നമ്മുടെ പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നത്, ഇതൊക്കെ ഹിക്മത്താണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, വെറും വിജ്ഞാനം എന്ന് മാത്രമല്ല, ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ കൺട്രോൾ ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഇൽമ്. ഇതാണ് നമുക്ക് എന്തൊക്കെയോ ചെയ്യണം തോന്നുന്നുണ്ട്, പക്ഷെ അരുതാത്തതാണ്. അത് നമ്മെ കൺട്രോൾ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത്. അതിനാണ് ഇസ്ലാമിന്റെ ടെർമിനോളജിയിൽ ഹിക്മത്ത് എന്ന് പറയാം. അത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സ്വത്താണ്. അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ ഐന വജദഹാ ഹുവ അഹഖു ബി. അത് എവിടെ കണ്ടാലും അവൻ മുഅ്മിനായ മനുഷ്യൻ അതിനർഹനാണ് എന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ ഏറ്റവും വലിയ അത്ഭുതം ളാല്ലത്തുൽ മുഅ്മിൻ, നഷ്ടപ്പെട്ടു പോയ സ്വത്താണ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയതൊരു കുട്ടിയുടെ കൈ കിട്ടിയാലും നമ്മൾ എടുക്കും, അല്ലേ? പേഴ്സ് പോയിരിക്കും, ഒരു കുട്ടി ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നുണ്ട്, അല്ലാഹ് അതിന്റെ പേഴ്സാണല്ലോ പഠിച്ചോനെ, അല്ലേ? കുട്ടിന്റെ കയ്യിലല്ലേ, അതൊന്നും ഞാൻ എടുക്കൂല, എനിക്ക് വലിയ ആൾക്കാരുടെ കയ്യിൽ തന്നെ, അങ്ങനെ പറയോ? ഇല്ലല്ല, നഷ്ടപ്പെട്ടതിനെ പറ്റി പറയൂല. ളാല്ലത്തുൽ, എവിടെ കിട്ടിയാലും, അത് ചെറിയവൻ്റെ അടുത്തുനിന്ന് വലിയവൻ്റെ അടുത്തൊക്കെ പഠിക്കാനുണ്ടാവും, പ്രായമില്ലാത്ത ചെറിയ കുട്ടിൻ്റെ നിന്ന് പഠിക്കാണ്ട്. അതുകൊണ്ട് ഇൽമ് അങ്ങനെയാണ്, അതിൽ പ്രായ വ്യത്യാസങ്ങളില്ല. നഷ്ടപ്പെട്ടു പോയ സ്വത്ത് പോലെ എവിടെ കിട്ടിയാലും എടുത്തേക്കണം. ഖുർആൻ മുഴുവനും ഹിക്മത്താണ്. വൽ ഖുർആനിൽ ഹകീം. അതിങ്ങനെ വഴി ഓരോരോ ആയത്തുകൾ വരുമ്പോഴും ഇങ്ങനെ മനസ്സിലാവും. അലാ സിറാത്തിൻ മുസ്തഖീം ഇന്നക ലമിനൽ മുർസലീൻ. അങ്ങ് മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് നബിയേ. ഇന്നക, അങ്ങ് തീർച്ചയായും അങ്ങ്, ലമിനൽ മുർസലീൻ. ഇവിടെ ഖുർആൻ ഇൽത്തിഫാത്ത് ചെയ്തു എന്ന് പറയും. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ടുള്ളൊരു പ്രയോഗം തുടങ്ങുകയാണ്. യാസീൻ, യാസീനായ നബിയെ തന്നെയാണ് സത്യം. വൽ ഖുർആനിൽ ഹകീം, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ ഖുർആനെ തന്നെയാണ് സത്യം. ഇന്നക, അങ്ങ്. ഇതിന് ഇൽത്തിഫാത്ത് എന്നാണ് അറബി പറയാ. അതായത് ഒരു തേർഡ് പേഴ്സണെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ സെക്കൻഡ് പേഴ്സണിലേക്ക് നമ്മുടെ സംസാരം മാറുക.
അവര് അങ്ങ് എന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് പെട്ടെന്ന് ഖുർആൻ മാറി. ശ്രദ്ധിച്ചോ, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക definitely you ലമിനൽ മുർസലീൻ one among the messengers of Allah. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലുകളിൽ പെട്ടവർ തന്നെയാണ് നബിയെ. ഇത് അറബ് ഭാഷയുടെ പ്രത്യേകതയാണ്. ഇത് സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഈ ഇൽതിഫാത്ത് എങ്ങനെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇനി മാറാൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹി, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്. അല്ലാഹ് ആരാണ്? റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആലമീൻ എന്ന് പറഞ്ഞാൽ അൽ ഇൻസു വൽ ജിൻ, ജിന്നുകളും മനുഷ്യരുമാണ്. ജീവനില്ലാത്ത ലോകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അവാലിം എന്നാണ് അറബി പറയാ, അവാലിം. പക്ഷെ ആലമീൻ, ആലമൂൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ളവർ, ആഖ്ലിങ്ങളെ സംബന്ധിച്ച് പറയുന്ന പ്രയോഗമാണ്. അള്ളാഹു അവരുടെ റബ്ബ, അത് മനുഷ്യരും ജിന്നുകളുമാണ്. ബുദ്ധിയുള്ള വിഭാഗമായി അള്ളാഹു അടച്ചത് മനുഷ്യരും ജിന്നുകളും. ഫാത്തിഹല്ല നമ്മുടെ ചർച്ചാ വിഷയം, പക്ഷെ മനസ്സിലാക്കി പോവാ. അപ്പൊ സ്തുതി മുഴുവനും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. അർറഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമാണവൻ. അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ പറയാം, നേരിട്ട് പറയല്ല. കാരുണ്യവാനാണവൻ, റഹ്മത്തുള്ളവനാണ്. മാലികി യൗമിദ്ദീൻ, വിധി പറയുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണവൻ. നാളെ ഞാൻ അവനെ കണ്ടുമുട്ടാൻ പോകുന്നുണ്ട്. നാളെ എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാനുള്ള ആളാണ് ഞാൻ. അവിടെ യൗമുദ്ദീൻ, വിധി പറയുന്ന ന്യായാന്യായങ്ങൾ ബോധിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അതിന്റെ ഉടമസ്ഥനാണ് പടച്ചോനെ നീ. ഞാൻ നാളെ നിന്നെ കണ്ടെത്താൻ പോകുന്നുണ്ട് കേട്ടോ. ഇയ്യാക, അതുകൊണ്ട് നീ എന്റെ കൺമുമ്പിലുള്ളതുപോലെ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്ന റബ്ബേ. നിന്നോട് മാത്രമാണ് റബ്ബേ ഞാൻ എന്റെ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചോനെ പറ്റി ഇങ്ങനെ ഓർക്കുകയാണ്. പരലോകത്തിന്റെ ഉടമസ്ഥന, ആ ഉടമസ്ഥനെ ഞാൻ കാണും. പടച്ചോനെ നീ എന്റെ കൺമുമ്പിൽ ഉള്ളതുപോലെ. ഇയ്യാക, അതുവരെ അള്ളാഹുവിനെ സംബന്ധിച്ച് തേർഡ് പേഴ്സണാണ്. ഇനി സെക്കൻഡ് പേഴ്സണിലേക്ക് മാറി നീ എന്ന പ്രയോഗത്തിലേക്ക് വന്നു. ഇൽത്തിഫാത്ത് എന്ന് പറയും. ഇത് ഭാഷയുടെ ഭയങ്കര അത്ഭുതമാണ്. പറഞ്ഞു പോയതൊന്നും പരിഭാഷ നമുക്ക് കിട്ടൂല. പരിഭാഷ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഈ ഭാഷയുടെ, അറബ് ഭാഷയുടെ അത്ഭുതം. ഇൽത്തിഫാത്ത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനാ, പിന്നെ റബ്ബിനോട് ചോദിക്കുകയായി. അതുവരെ അള്ളാഹുവിനെ പറ്റി അവൻ അങ്ങനെയാണ്. അള്ളാഹു ലോകങ്ങളുടെ രക്ഷിത, അവൻ കാരുണ്യവാനാണ്, അവൻ വിധി ദിനത്തിന്റെ ഉടമസ്ഥനാണ്. പടച്ചവനെ നീ അതിന്റെ ഉടമസ്ഥനാണ്, നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് റബ്ബേ. സുബ്ഹാനല്ലാഹ്. ഇൽതിഫാത്ത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഖുർആനെ തന്നെ സത്യം, യാസീനെ തന്നെ ഇന്നക ലമിനൽ മുർസലീൻ. ഈ ഖുർആൻ നൽകപ്പെട്ടത് നിങ്ങൾക്ക് നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലുകളിൽ പെട്ടവർ തന്നെയാണ്. അതിനർത്ഥം വമാ കുൻത ബിദ്അൻ മിനർ റസൂൽ, അങ്ങ് ലോകത്ത് വന്ന ഒരേ ഒരു നബിയല്ല, അങ്ങേക്ക് മുമ്പും നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ട്. റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നബിയും റസൂലും മൊത്തത്തിൽ പറയുമ്പോൾ രണ്ടും ഒന്ന് തന്നെ. പക്ഷെ അതിന്റെ ഒരു ഇസ്തുലാഹിൽ, ഇസ്തുലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാങ്കേതിക പ്രയോഗം, അങ്ങനെ പറയില്ലേ, ഒരു ഭാഷയിൽ, ഭാഷയ്ക്ക് സാങ്കേതിക പ്രയോഗങ്ങളുണ്ട്. ഒരു ആശയത്തിന്, ഒരു പ്രസ്ഥാനത്തിനൊക്കെ അതിന്റെ ടെർമിനോളജി കാണും. ഇസ്ലാമിന്റെ ടെർമിനോളജിയിൽ നബിയും റസൂലും വ്യത്യാസമുണ്ട്. ആദ്യത്തെ നബിയാണ് സയ്യിദന ആദം നബി അലൈഹിസ്സലാം. ആദ്യത്തെ റസൂലാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആദ്യത്തെ റസൂൽ എന്നാ പറയാ. എല്ലാ നബിമാരും റസൂലല്ല, പക്ഷേ എല്ലാ റസൂലും നബിയാണ്. അപ്പൊ എന്താ വ്യത്യാസം? നബിയും റസൂലിനും വഹയി കിട്ടും, പക്ഷെ ആ വഹയി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് അള്ളാഹു നിർബന്ധമാക്കിയ ആളുകളാണ് റസൂലുമാർ. നബിമാർ അവർക്ക് വിവരം കിട്ടും, പക്ഷെ അത് പഠിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ല. അവർ പഠിപ്പിച്ചു കൊടുക്കും. ആർക്ക്? സ്വന്തം കുടുംബത്തിന്, മക്കൾക്ക്, അയൽവാസികൾക്ക്, നാട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അത് അവരുടെ ഡ്യൂട്ടിയാണോ?
അല്ലല്ല, അത് അവരായിട്ട് ചെയ്യാം. പക്ഷെ റസൂൽ എന്ന് പറഞ്ഞാൽ അവര് പ്രബോധനം ചെയ്യൽ നിർബന്ധമാണ്. അള്ളാഹു ചോദിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ലൈലത്തുൽ ഹജ്ജത്തുൽ വിദാഇന്റെ ആ അവസാനത്തെ യാത്ര പറഞ്ഞ ഹജ്ജിന്റെ സമയത്ത് ചോദിച്ചില്ലേ, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്ത്, പടച്ചവനെ ഞാൻ നീ പറഞ്ഞൊക്കെ എത്തിച്ചു കൊടുത്തു റബ്ബേ. അല്ലാഹുമ്മ അശ്ഹദ്, നീ സാക്ഷിയാണ് പടച്ചവനെ, നീ സാക്ഷിയാണ് റബ്ബേ എന്ന് സാക്ഷി പറയിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം, അങ്ങ് നേരായ മുസ്തഖീമായ വഴിയുടെ മീതെയാണ് നിൽക്കുന്നത്, അങ്ങ് നേർവഴിയിലാണ്. ഫീ സിറാത്ത് എന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു എന്ത് പറഞ്ഞു? അലാ സിറാത്തിൻ, മീതെ. ചില ഖുർആന്റെ ചില അക്ഷരങ്ങളൊക്കെ ഭയങ്കര രസകരമാണ്. ലൗസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖ്ലി. ഫിർഔൻ പറഞ്ഞു ആരോട്? മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച അന്നത്തെ മജീഷ്യൻസ് അവരോട് പറഞ്ഞു, നിങ്ങളെങ്ങാനും എന്നെ വിട്ട് ഈ മൂസ നബി അലൈഹി സ്വലാമിൻ നബിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വലത്തെ കൈ ഇടത്തെ കാല് ഇതൊക്കെ ഞാൻ വെട്ടും, നിങ്ങളുടെ ഇടത്തെ കൈയും വലത്തെ കാലും ഞാൻ മുറിച്ചെടുക്കും. ഈത്തപ്പനയുടെ തടികളിൽ നിങ്ങളെ ഞാൻ പിടിച്ചു കിട്ടും, ക്രൂസിഫൈ ചെയ്യാന്ന് പറയും, കുരിശിൽ തറക്കുക. അന്നത്തെ ഏറ്റവും ഭീകരമായ ഒരു വേദനിപ്പിക്കുന്ന ശിക്ഷ അതാണ്. ഇപ്പൊ ഫീ എന്ന് പറഞ്ഞ എന്താ? നമ്മളിപ്പോ എവിടെയാണ്? ഈ ഹാളിലാണ് ഫീ. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് ഫീ എന്ന് പറയാം. ഫീ ജുദൂന, ഈത്തപ്പന്റെ ഉള്ളിലല്ലല്ലോ അവരെ പിടിച്ചു കിട്ടുന്നത്, ഈത്തപ്പന്റെ പുറത്തല്ലേ. അപ്പൊ അലാ എന്നല്ലേ പറയേണ്ടത്? അലാ ജുദൂഇൻ നഖ്ലി, ഈത്തപ്പനയുടെ മേൽ നിങ്ങളെ ഞാൻ പിടിച്ചു കെട്ടും. അല എന്ന് പറയേണ്ടത് ഖുർആൻ എന്താ പ്രയോഗിച്ചത്? ഫീ. എന്താണെന്നറിയോ? ആ കെട്ടുന്ന കെട്ടിന്റെ ഒരു സ്ട്രോങ് ഉണ്ട്. ആള് തന്നെ ഈത്തപ്പന്റെ ഉള്ളിക്ക് പോകുമാർ പിടിച്ചു കെട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കെട്ടാണ് കെട്ടുന്നത്. അതിന്റെ ഉള്ളിലോ കടന്നോ എന്ന് തോന്നിപ്പോകും. അത്രയും ക്രൂരമായ പിടിച്ചുകെട്ടലാ ഫിർഔൻ ചെയ്തത്. ഇതറിയിക്കാനാ അല എന്ന് മാറ്റി ഫീ എന്ന് അല്ലാഹു പ്രയോഗിക്കുന്നത്. ആ കെട്ട് ഇത്ര സ്ട്രോങ് ആയിരുന്നു, കണ്ട ഒരു ഈത്തപ്പന്റെ ഉള്ളിക്കെങ്ങാനും കയറിപ്പോകുമെന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ കെട്ടാണ് അവരെ പിടിച്ചു കെട്ടിയത്, മുഅ്മിനീങ്ങളെ ശിക്ഷിച്ചത്. അതൊക്കെ ചെറിയ ഒറ്റ അക്ഷരം മാറിയിട്ടുള്ളൂ. അല എന്നതിന് പകരം ഫീ. നമ്മൾ ശ്രദ്ധിക്കും കൂടി ഇല്ലെന്ന് ഊതിപ്പോകുമ്പോ ഈത്തപ്പനയിൽ പിടിച്ചു കെട്ടും. ഈത്തപ്പന അല്ലല്ലോ, ഈത്തപ്പനയുടെ മേൽ അല എന്നല്ലേ പ്രയോഗം. അലാ സിറാത്തിൻ മുസ്തഖീം, ഫീ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അല എന്ന് പറഞ്ഞാൽ തഅല്ലി, ഒരാളെ ഉയർത്തുക എന്നൊരു പ്രയോഗമുണ്ട്. അല്ലാഹുവിലേക്ക് ഉയരാൻ നമ്മെ സഹായിക്കുന്നത് നേർവഴിയാണ്. അപ്പൊ നേർവഴിയിലൂടെ നിങ്ങൾ നടന്നു പോകാൻ ഈ വഴി നിങ്ങളെ അല്ലാഹുവിലേക്ക് ഉയർത്തും. നിങ്ങൾ നേർവഴിയെ ഉയർത്തല്ല, വഴിയിൽ നിങ്ങൾ നടന്നാൽ ഈ വഴി നിങ്ങളെ അല്ലാഹുവിലേക്ക് ഉയർത്തും. ഈ പ്രയോഗം കിട്ടണമെങ്കിൽ അലാ സിറാത്തിൻ, അല എന്ന് പറയണം. ഫീ സിറാത്തിൻ എന്ന് പറഞ്ഞാൽ കിട്ടൂല. അങ്ങനെ അറബി ഭാഷയൊക്കെ ഒന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം വരുന്നുണ്ടല്ലേ? അൽഹംദുലില്ലാഹ്. ഒരു ഭയങ്കര രസമാണ്. ഇത് പഠിക്കാൻ തന്നെ വേണം. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ മൗലിയരന്മാരാകാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും ഇപ്പോൾ പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ കഴിവിന്റെ പരമാവധി മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ഉണ്ട് സംഗതി. അതുകൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമ അവറുകളൊക്കെ ഖുർആന്റെ പരിഭാഷയുടെ വിഷയത്തിലൊക്കെ പ്രത്യേകമായ ചില കർക്കശമായ തീരുമാനങ്ങൾ, അഭിപ്രായമൊക്കെ പറയാൻ കാരണം ഇതൊന്നും പരിഭാഷപ്പെടുത്തിയാൽ കിട്ടൂല. ഇതൊന്നും മലയാളത്തിലേക്കാക്കിയാൽ ഈ അക്ഷരങ്ങളുടെ ഭംഗിയൊക്കെ ചോർന്നു പോകും. ഇങ്ങനെ ഒരു അത്ഭുതങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നും മനസ്സിലാവില്ല. നേർവഴിയിലാണ്, ആണല്ലോ, അതിനിപ്പോ എന്താ കുഴപ്പം? അല്ലല്ല, ആ നേർവഴിയിലാണ് എന്ന് ഖുർആൻ പറയാൻ ഉപയോഗിച്ച വാക്കുകൾ അലാ സിറാത്തിൻ മുസ്തഖീം. ഇനി നോക്കൂ, തൻസീലൽ അസീസിർ റഹീം. ഇത് അസീസും റഹീമുമായ അല്ലാഹു അല്പാൽപമായി ഇറക്കി തന്ന ഖുർആനാണ്. നമ്മൾ മനസ്സിലാക്കി, തൻസീൽ അല്പാൽപമായി ഇറങ്ങുന്നത്. ഇനി എന്താ പറഞ്ഞ? അൽ അസീസുർ റഹീം. സാധാരണ അൽ അസീസുൽ ഹക്കീം എന്നാ പറയാ, അങ്ങനെയുള്ള പ്രയോഗം വരില്ലേ? അൽ അസീസുൽ ഹക്കീം. അസ്മഇയുടെ കഥ ഉണ്ടല്ലോ. അസ്മഇ വലിയ ഗ്രമാരിയൻ, സമരൊക്കെ പറയുന്ന നഹ്വിസ്റ്റ്, ഗ്രമേറിയൻ ആയിരുന്നു മഹാനായ അസ്മഇ. അസ്മഇ തങ്ങൾ ഇങ്ങനെ പോയി ഒരു ഗ്രാമത്തിലെത്തിയപ്പോ, ഒരു അറാബിന്റെ അടുത്ത് നിന്ന് എത്തിയപ്പോ വെറുതെ ഇങ്ങനെ ഖുർആൻ ഓതിയതാണ്. ആ സംഭവം ഓർമ്മ ഉണ്ടായിരിക്കും. അസ്സാരിഖു വസ്സാരിഖതു ഫഖതഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ്
വല്ലാഹു ഗഫൂറുർ റഹീം. കഴിച്ചിട്ടുണ്ടോ? ഓതിയതേ കലാമു മൻ ഹാദാ അസ്മഈ. നിങ്ങൾ ആരുടെ വർത്താനായി പറയണത്? കലാമുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ഇത് അല്ലാഹുവിന്റെ കലാമല്ല. അറബി ഇത് അല്ലാഹുവിന്റെ കലാമല്ല. നിങ്ങൾ ഹൽ ദറസ്തൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഹൽ ഖറഅതൽ ഖുർആൻ, ഖുർആനൊക്കെ ഓതി പഠിച്ച ആളാണ്? അല്ലല്ല. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ അല്ലാഹുവിന്റെ കലാമല്ല. അസ്മഈ ആലോചിച്ചു, റബ്ബേ എവിടെ പഠിച്ചിട്ടുണ്ടോ? ഓർത്തു നോക്കി. അസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ അയ്ദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലം മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം. ഇത് പടച്ചോന്റെ കലാമാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഗഫൂറുർ റഹീം. കൈ മുറിക്കണം എന്ന് അല്ലാഹു പറഞ്ഞ ആയത്താണിത്. മോഷണം ചെയ്ത ആളിന്റെ കൈ മുറിക്കണം. കൈമുറിക്കാൻ അല്ലാഹു തആല പറഞ്ഞിട്ട് ഗഫൂറുർ റഹീം, അല്ലാഹ് പുറത്തു കൊടുക്കുന്ന റഹ്മാനാണ്. പിന്നെ അല്ലാഹ് കൈ മുറിക്കാൻ പറയോ? അത്